ഹലോ വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ 40-ാം വെള്ളി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് ചെങ്കൽ തിരുഹൃദയ ദേവാലയത്തിൽ നടന്ന കുരിശിൻ്റെ വഴിയുടെ ദൃശ്യാവിഷ്കരണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ദേവാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഇത് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് മണിമാളിക, പാരിഷ് ഹാളിൻ്റെ ടോപ്പ്, അതുപോലെ തന്നെ പള്ളിയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ലൈവായിട്ടുള്ള ഒരു ആവിഷ്കരണമാണ് കേട്ടോ. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു, പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു, മറ്റ് ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവരുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഹോശാന പാടി എതിരേറ്റവരും എന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. സ്വയം പരിത്യജിച്ച് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ. അങ്ങയുടെ നാമം പരിചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തിരി ചെയ്യുന്നവരോട് കുരിശ്, ക്ഷീണിച്ച ശരീരം, ഉരയ്ക്കുന്ന കാലുകൾ, അവിടുന്ന് മുഖം പൊത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു, പട്ടാൾക്കാർ അടിക്കുന്നു. നാലാം സ്ഥലം, കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചുപോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നാൽ വായിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. ഗൗരീൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറുടെയും പ്രോപ്പോസിന്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. ആറാം സ്ഥലം, വേറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഭക്തിയായ വേറോനിക്ക മിശിഹായെ. ഏഴാം സ്ഥലം, ഈശോ മിശിഹാ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൊഴിയിൽ വീണുപോയി. എന്റെ ആത്മാവ് ദുഃഖിച്ച് തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഹോസ്റ്റലത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു.
അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ച ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്തിൻ കൊമ്പുകളും ജൈവികളിലും അവർ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. അവരുടെ സഹതാ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഹോസ്റ്റലെ ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ സിഹായി ആരാധിക്കുന്നു. എന്തുകൊണ്ട് താൻ വിശുദ്ധ പുരുഷനാ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലംപതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ശാപനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. പത്താം സ്ഥലം ദിവ്യരക്ഷന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ആരാധിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഗാഗുൽത്താലെത്തിയപ്പോൾ അവിടത്തേക്ക് മീന കലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ ചെയ്യപ്പെട്ടതായിരുന്നു. അതാർക്ക് ലഭിക്കണമെന്ന് ചിട്ടയിട്ട് തീരുമാനിക്കാമെന്നവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു. എന്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടയിട്ടു എന്നുള്ള തിരുവഴുത്ത് അങ്ങനെ അനർത്ഥമായി. കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ആരാധിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. പന്ത്രണ്ടാം സ്ഥലം ഈശോ ക്രിസ്തുവിന്മേൽ തൂങ്ങി മരിക്കുന്നു. ആരാധിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 2 കള്ളന്മാരും നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾ വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന്റെ താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകനെന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മയെന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യനെ 2-3 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവെ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപനേതാളാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നവർ മാർത്തൽ
പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്ക് അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബ്ദമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രിയെ കുറിച്ച് കിടക്കുവാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്നാൽ ആ ശാബ്ദം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുറിച്ച് തറയ്ക്കപ്പെട്ടവരുടെ കണ്ണാലുകൾ തകർത്ത് ശരീരം താഴെ ഇറങ്ങണമെന്ന് അവർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകെ പടയാളികൾ വന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം വിശാഖ മൃതദേഹം കുരിശിൽ നൽകി അവർ തന്റെ മാതാവിന്റെ വഴിയിൽ കിടത്തി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമി